ഹായ് ഓൾ. BGC 110 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ച്വറി എന്നുള്ള ഈ സബ്ജക്റ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ യൂണിറ്റ് 1 എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ചാൾസ് ഡിക്കൻസിനെ കുറിച്ചിട്ടാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കാര്യമായിട്ട് പറയുന്നത്. അദ്ദേഹം 1812 ജനിച്ചു, 1817 മരണപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം നമുക്ക്. ഹി ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഹി വാസ് വർക്ക്ഡ് ഇൻ എ ഫാക്ടറി. അതുപോലെ എന്താ പറയുക, ബോട്ടിൽസൊക്കെ ലേബിൾസൊക്കെ ഒട്ടിക്കുന്ന ഒരു വർക്കായിരുന്നു ആദ്യം അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഡീപ്പായിട്ടുള്ള ഒരു സിമ്പതി, പാവപ്പെട്ടവരോടുള്ള ഒരു സിമ്പതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നേ നിലനിന്നിരുന്നു. ഹി ലിവ് ഇൻ വിക്ടോറിയൻ എറ. വിക്ടോറിയൻ എറ എന്ന് പറയുന്നത് 1837 മുതൽ 1901 വരെയുള്ള ഈ കാലഘട്ടത്തെയാണ് വിക്ടോറിയൻ എറ എന്ന് പറഞ്ഞ് നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ ആ ടൈം നമുക്ക് സൂചിപ്പിക്കുന്നത്. ഈ ടൈം ഒരു വിക്ടോറിയൻ എറ, ഈ ടൈമിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ സമയത്താണ് കൂടുതലായിട്ട് റാപ്പിഡായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ അർബൻ ഗ്രോത്ത്, ചൈൽഡ് ലേബർ, പോവേർട്ടി, ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ടൈമാണ് ഈ വിക്ടോറിയൻ എറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ടൈം ഓഫ് ദ മിഡിൽ ക്ലാസ്, ഈ റൈസ് ഓഫ് മിഡിൽ ക്ലാസ് എന്ന് പറയാം. അഥവാ ഈ മിഡിൽ ക്ലാസ് പണ്ടൊക്കെ ഒന്നെങ്കിൽ പാവപ്പെട്ടവർ ഏറ്റവും പാവപ്പെട്ടവർക്കും, അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകളായിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ആ ഒരു റൈസ് ഈ കാലഘട്ടം നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹി റിഫ്ലക്റ്റ് സോഷ്യൽ റിയലിസം, അതുപോലെ എക്സ്പോസിങ് ഇൻജസ്റ്റിസ് ആൻഡ് കോളിംഗ് ഫോർ റിഫോംസ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹം 15ഓളം പ്രധാനപ്പെട്ട നോവലുകൾ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ് വർക്ക് കമ്പൈൻ സോഷ്യൽ ക്രിറ്റിസിസം, അതുപോലെ മെമ്മറബിൾ ക്യാരക്ടേഴ്സ്, ഹ്യൂമർ ആൻഡ് മെലോ ഡ്രാമ, അതുപോലെ മാസ്റ്റർ ഓഫ് സീരിയൽ പബ്ലിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ പല നോവലുകളും പിന്നീട് സീരിയലായിട്ട് മാറ്റപ്പെട്ടിട്ടുള്ളവയാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ ബ്ലെൻഡഡ് റിയലിസം, സാറ്റയർ, ഒരു ആക്ഷേപഹാസ്യം പോലെയുള്ള ഒരു ഹാസ്യാത്മകമായിട്ടുള്ളൊരു വിമർശനം എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പലപ്പോഴും നമുക്ക് കാണപ്പെടാറുണ്ട്. ഹിസ് വർക്ക്സ് വെർ ബോത്ത് എൻ്റർടൈൻസ് ആൻഡ് സോഷ്യലി ഒരു ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടും നമ്മുടെ അദ്ദേഹത്തിൻ്റെ വർക്ക് നമുക്ക് കാണാൻ പറ്റും. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഹിസ് വർക്ക് ഷേപ്ഡ് വിക്ടോറിയൻ ലിറ്ററേച്ചർ, ലേറ്റർ ഇൻഫ്ലുവൻസ് വേൾഡ് വൈഡ്. ഈ വിക്ടോറിയൻ ഇതിലായിട്ട് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ലോകം എമ്പാടും അറിയപ്പെടുന്ന ഒരു നല്ല ഒരു എഴുത്തുകാരൻ അദ്ദേഹം ശ്രദ്ധ നേടി. ഹി വാസ് നോട്ട് ഓൺലി എ സ്ട്രോങ് സ്റ്റോറി ടെല്ലർ ബട്ട് ഓൾസോ എ സോഷ്യൽ റിഫോമർ. അദ്ദേഹം ഒരു സ്റ്റോറി ടെൽ ചെയ്യുന്ന ഒരാൾ മാത്രമായിട്ടല്ല, ഒരു സോഷ്യൽ റിഫോമർ കൂടെ ആയിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും അറിയപ്പെടുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ യൂണിറ്റ് 2 സമ്മറി ആൻഡ് അനാലിസിസ്. ഇതിൽ ഈ എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു നോവലിൻ്റെ ഒരു സമ്മറിയാണ് ഇതിൽ പറയുന്നത്. ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു നോവൽ 3 പാർട്ടായിട്ട് അല്ലെങ്കിൽ 3 ബുക്കായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ബുക്കാണ് റീകോൾ ടു ലൈഫ് എന്ന് പറയുന്ന ഭാഗം, രണ്ടാമത്തെ ഭാഗം ദ ഗോൾഡൻ ത്രെഡ് എന്ന് പറയുന്ന ബുക്ക്, ദെൻ മൂന്നാമത്തെ ഭാഗം ദ ട്രാക്ക് ഓഫ് ദ സ്റ്റോം എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം. ഇതിൽ ഫസ്റ്റ് പാർട്ട് റീകോൾ ടു ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ 1775 ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവിടെ ഒരു ബാങ്കിലെ ജീവനക്കാരനായിട്ടുള്ള മിസ്റ്റർ ജാവിസ് ലാവി എന്ന് പറയുന്ന ഒരാൾ ലൂസി മാനറ്റ് എന്ന് പറയുന്ന യുവതിയെ കാണാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് വരികയാണ്. ലൂസി തൻ്റെ അച്ഛൻ ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ് മരിച്ചു പോയെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ലൂറി അവളോട് പറയുന്നു ഡോക്ടർ മാനറ്റ് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടെന്നും ഫ്രാൻസിലെ ബാസിൽ എന്ന് പറയുന്ന ജയിലിൽ 18 വർഷമായിട്ട് തടവിൽ കഴിഞ്ഞ് മോചിതനായിട്ട് അദ്ദേഹം പാരീസിലെ ഒരു ഒരു ചെറിയൊരു ചെരുപ്പ് കുത്തിയൊക്കെ ആയിട്ട് മാനസികമായിട്ട് തളർന്നൊരവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് എന്നൊക്കെയുള്ള വിവരം ലൂസിയോട് ഈ ലോറി എന്ന് പറയുന്ന ആൾ അദ്ദേഹം പറയുന്നു. അങ്ങനെ തടവറയിലെ കഠിനമായിട്ടുള്ള ജീവിതം കാരണം ഡോക്ടർ മാനയ്ക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു അസ്വസ്ഥം ഉണ്ടാവും. അദ്ദേഹം പിന്നെ മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥയിലൊക്കെയാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ലൂസി പാരീസിലെത്തി സ്നേഹത്തോടെ അതുപോലെ പരിചരണത്തിലൂടെയൊക്കെ തൻ്റെ അച്ഛനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു ഭാഗമാണ് പാർട്ട് 1 റീകോൾ ടു ലൈഫ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് ലണ്ടനിലെ ജീവിതവും പ്രണയം കാര്യങ്ങളൊക്കെയാണ് അടുത്ത
ഭാഗത്തിൽ വരുന്നത്. ദ ഗോൾഡൻ ത്രെഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇത് നടന്നതിന് ഒരു 5 വർഷത്തിന് ശേഷം നടന്ന സംഭവമാണ് ഈ ഇതിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് വർഷത്തിന് ശേഷം ലണ്ടനിൽ വെച്ച് ഒരു ചാൾസ് ഡാണെ എന്ന് പറയുന്നിട്ടുള്ള ഒരു ഫ്രഞ്ച് അവിടുത്തെ വലിയൊരു കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ ചാൾസ് ഡാണെ എന്ന് പറയുന്ന ഒരാൾ. അയാളെ എന്തോ ഒരു കേസ് ആരോപിച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്യണം. അങ്ങനെ ഡോക്ടർ മാനറ്റ് അതുപോലെ ലൂസി അങ്ങനെ ആ വിചാരണയിൽ പങ്കെടുത്ത അയാൾ കുറ്റക്കാരനല്ലാന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ തെളിയിക്കുകയാണ്. അതെങ്ങനെ തെളിയിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചാൾസ് ഡാണെ എന്ന് പറയുന്ന ഒരാളെ അതുപോലെയുള്ള വേറെ ഒരാളെ അദ്ദേഹം കൊണ്ടുവരികയാണ്. അഥവാ സിഡ്നി കാർട്ടൺ എന്ന് പറയുന്ന ഈ ചാൾസ് ഡാണെ പോലത്തെ ഭാവമുള്ള അതേ ഒരു രൂപസാദൃശ്യമുള്ള സിഡ്നി കാർട്ടൺ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് അദ്ദേഹം ആ കേസ് ഒരു വിലയില്ലാത്ത രീതിയിൽ രണ്ടും ഒരുപോലെയുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കേസ് അവിടെ ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ് അദ്ദേഹത്തിന് ആ കേസ് വെച്ച് വിചാരണയിൽ അദ്ദേഹം കുറ്റവിമുക്തനായിട്ട് മാറുകയാണ് ഈ ചാൾസ് ഡാണെ എന്ന് പറയുന്ന ഒരാൾ. അങ്ങനെ ഈ ലൂസി അതുപോലെ ചാൾസ് ഡാണയും തമ്മിൽ പ്രണയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചാൾസ് ഡാണെ പ്രണയിക്കുന്നത് പോലെ തന്നെ ഈ സിഡ്നി കാർട്ടൺ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹവും ലൂസിയെ പ്രണയിക്കുകയാണ്. രണ്ടുപേരും ആരെ പ്രണയിക്കുന്നത്? ഈ ലൂസി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടീനെയാണ് പ്രണയിക്കുന്നത്. പക്ഷേ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചാൾസ് എന്ന് പറയുന്ന ഒരു ധാർമ്മികനും ഒരു മാന്യനുമായിട്ടുള്ള ഒരാളാണ്. അഥവാ അദ്ദേഹം പാരീസിൽ ഒരു വലിയ ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. എവർമോണ്ട് എന്ന് പറയുന്ന ഒരു വലിയ പണക്കാരായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ അവരെ കുടുംബം അത്ര നല്ല ആളുകളല്ലാത്തത് കാരണം അദ്ദേഹം കുടുംബം എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ലണ്ടനിലേക്ക് വന്ന് അവിടെ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന നല്ലൊരു മാന്യനായിട്ടുള്ള ഒരാളാണ് ഈ ചാൾസ് എന്ന് പറയുന്ന ഒരാൾ. പക്ഷേ ഈ സിഡ്നി കാർട്ടൺ എന്ന് പറയുന്ന ഒരാൾ ഒരു ആൽക്കഹോളിക്കായിട്ട് ഫുള്ള് ഡ്രിങ്കണായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഇവിടെ. അദ്ദേഹം ഒരു ലോയർ ആണെങ്കിൽ പോലും അദ്ദേഹം ഫുള്ളി ഡ്രിങ്കണായിട്ട് ആൽക്കഹോളിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ സ്വയം നശിപ്പിക്കുന്ന ആ ഒരു സ്ഥിതിഗതികളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ കഴിവുണ്ടായിട്ടും മദ്യപാനത്തിൽ പാഴാക്കിയ ഒരാളാണ് ഈ സിഡ്നി കാർട്ടൺ എന്ന് പറയുന്ന ആൾ. ലൂസിയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എന്നാലും അവൾക്ക് വേണ്ടി തൻ്റെ ജീവിതം പോലും ത്യജിക്കാൻ തയ്യാറാണെന്ന് കാർട്ടൺ ലൂസിയോട് രഹസ്യമായിട്ട് വാക്ക് നൽകുന്നുണ്ട്. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നിനക്ക് ഏറ്റവും നല്ലത്, എന്നെക്കാളും നല്ലത് ചാൾസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഉണ്ടാവും എന്ന വാക്ക് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ ലൂസിയും ചാൾസും തമ്മിൽ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വിവാഹത്തിൻ്റെ ദിവസം ഡാന തൻ്റെ യഥാർത്ഥ കുടുംബത്തിൻ്റെ പേര് പശ്ചാത്തലമൊക്കെ അലക്സാണ്ടർ മാനറ്റിനോട് പറയാണ്. ഇത് കേട്ടപ്പോൾ അലക്സാണ്ടർ മാനറ്റ് ആകെ പണ്ട് ജയിലിൽ കിടക്കുന്ന ആ സമയം ആ സാഹചര്യം ഒക്കെ ഓർത്തു പോവുകയാണ്. അപ്പം ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം 18 വർഷം ജയിലിൽ കിടന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ജയിലിൽ കിടക്കാൻ കാരണം എന്താണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റോറി ഉള്ളതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഈ ഫ്രഞ്ച് റവല്യൂഷനിൽ പങ്കെടുത്തിട്ടാണ് അങ്ങനത്തെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചത് എന്നുള്ള ഒരു ഇതായിരുന്നു ആകെ പറഞ്ഞത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഇദ്ദേഹത്തിൻ്റെ എവർമോണ്ട് എന്ന് പറയുന്ന നല്ല പണക്കാരായിട്ടുള്ള വലിയൊരു ഫാമിലിയിലെ 1-2 ആളുകൾ ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കണ്ടുപിടിച്ചത് കാരണത്തിലാണ് അലക്സാണ്ടർ മാനറ്റിനെ ജയിലിൽ അടക്കുകയൊക്കെ ചെയ്യുന്നത്. തൻ്റെ മകളെ കെട്ടാൻ പോകുന്ന ആൾ ഇതേ കുടുംബത്തിൽപ്പെട്ട അവസാനത്തെ ഒരാളാണ് എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അലക്സാണ്ടർ മാനറ്റിന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പം അലക്സാണ്ടർ മാനറ്റ് എന്ന് പറയുന്നത്. കാരണം അവർ തമ്മിലുള്ള സ്നേഹബന്ധം അത്രയും സ്ട്രോങ് ആണ്. പക്ഷേ താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്, എൻ്റെ കുടുംബ പാരമ്പര്യം ഒരിക്കലും പിന്തുടരില്ലെന്നും പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അലക്സാണ്ടർ മാനറ്റ് ഏതായാലും ഇങ്ങനെയൊക്കെ ആയി, ഇനി അതിന് തയ്യാറാവല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ അവരുടെ കല്യാണമൊക്കെ മനോഹരമായിട്ട് കഴിഞ്ഞ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3ാമത്തെ ബുക്കായിട്ടുള്ള ദ ഡ്രാഗ് ഓഫ് ദ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഥവാ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം 1789 അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം നടക്കുകയാണ്. പാരീസിലെ പാവപ്പെട്ട ജനത തങ്ങളെ അടിച്ചമർത്തുന്ന ഭരിച്ച പ്രഭുക്കന്മാരോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആ ടൈം. അതുപോലെ അതിൽപ്പെട്ട ഒരാളാണ് മോൺസിയർ ഡെഫാജി, അതുപോലെ തന്നെ ഭാര്യ
മാഡം ഡെഫാർജ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാഡം ഡെഫാർജ് എന്ന് പറയുന്ന രണ്ട് ആളുകൾ വിപ്ലവത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു. ഇവരുടെയൊക്കെ ഈ മാഡം ഡെഫാർജയുടെ സിസ്റ്ററിനെയാണ് പണ്ട് മറ്റേ വേറൊരു എവർമോണ്ട് എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെട്ട 2 പേര് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് അവരുടെ സിസ്റ്ററാണ് ഈ മാഡം ഡെഫാർജി എന്ന് പറയുന്ന അവർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരും ഇതിനൊക്കെ വലിയ വലിയ പ്രഭുക്കന്മാരൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് വിപ്ലവം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാരീസിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന ആ സമയത്ത് ചാൾസിന് പാരീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ താമസിച്ചിരുന്ന ഒരു സെർവൻറ്റിൻ്റെ ഒരു ലെറ്റർ വരികയാണ്. എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സെർവൻറ്റ് ഇദ്ദേഹത്തിന് ലെറ്റർ എഴുതുമ്പം ആ ലെറ്റർ കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം പാരീസിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പാരീസിൽ എത്തിയ ഡാണ ഉടൻ തന്നെ ആ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ജയിലിലാവുന്നു. അങ്ങനെ ഡാണയെ രക്ഷിക്കാൻ ലൂസിയും ഡോക്ടർ മാനറ്റും അങ്ങനെ പാരീസിലെത്തി. അഥവാ ബാസ്റ്റീൻ തടവുകാരൻ എന്ന നിലയിൽ ഡോക്ടർ മാനറ്റിന് ആ വിപ്ലവകാരികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാധീനതയിൽ ആദ്യം ചാൾസ് ഡാർണയെ കുറ്റവിമുക്തനാക്കിയാണ്ട് ജയിലിൽ നിന്ന് ഇറക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത ദിവസം തന്നെ ഡാർണ വീണ്ടും അറസ്റ്റിലാവുന്നു. വിചാരണയ്ക്കിടെ മാഡം ഡെഫാർജും ഭർത്താവ് ഡോക്ടർ മാനറ്റിൻ്റെ രഹസ്യം പുറത്തുവിടുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്ത് ഈ മാഡം ഡെഫാർജയും അദ്ദേഹത്തിൻ്റെ ഭർത്താവായിട്ടുള്ള ഡെഫാർജയ്ക്കും എഴുതിയ ഒരു കത്ത് ആ സമയം അവർക്ക് എത്തുമ്പോൾ അത് പുറത്തു വിട്ടിട്ട് ഇവർ തന്നെയാണ് ചാൾസ് ഇവരെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള ഇത് തെളിയുകയും അങ്ങനെ അദ്ദേഹം എന്തായാലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ തടവറയിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ നിർബന്ധിതനാവുകയും ചെയ്യുകയാണ്. അഥവാ ഒരു വട്ടം അലക്സാണ്ടർ മാനറ്റെ രക്ഷിച്ചെങ്കിലും 2ാം വട്ടം രക്ഷിക്കാൻ ആർക്കായിട്ടില്ല അദ്ദേഹത്തിനായിട്ട്. അതിന് കാരണം അദ്ദേഹം തന്നെ ജയിലിലായിരിക്കുമ്പോൾ ഈ കുടുംബത്തിനെതിരെ എഴുതിയ ഒരു ലെറ്റർ അവിടെ എക്സ്പ്ലോർ ആവുകയാണ് ചെയ്യുന്നത്. അത് റിവീൽ ചെയ്യുന്നതോടുകൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മരുമകൻ ഒരു കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ എല്ലാവരും അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2ാമത് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടില്ല. തൻ്റെ സഹോദരിയെ നശിപ്പിച്ച ആ എവർമോണ്ട് കുടുംബത്തെ മുഴുവനായിട്ടും നശിപ്പിക്കണം എന്നായിരുന്നു മാഡം ഡെഫാർജിൻ്റെ ഒരു പ്രതികാരം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ ഒരു വെളിപ്പെടുത്തലിനെ തുടർന്ന് ചാൾസ് ഡാണയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡാണയുടെ ഈ ഒരു വിധി കേട്ട് ലൂസിയും കുടുംബവും ആകെ തകർന്നു പോവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവകൾ നൽകിയ വാക്ക് പാലിക്കാൻ സിഡ്നി എന്ന് പറയുന്ന സിഡ്നി കാർട്ടൺ അവസാനം ആ രംഗത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഡാണയുമായി ഒരു രൂപ സാദൃശ്യമുള്ള കാർട്ടൺ ചാരനായ ജോൺ ബാർസാഡ് എന്ന് പറയുന്ന ഒരാളുടെ സഹായത്തോടെ ഡാർണയുടെ സെല്ലിൽ പ്രവേശിച്ച് കർട്ടൻ ഡാർണയെ മയക്കി വസ്ത്രങ്ങളൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആള് മാറി അദ്ദേഹമാണ് ഇപ്പം ജയിലിൽ കിടക്കുന്ന സിഡ്നി കാർട്ടനാണ് ഇപ്പം ജയിലിൽ കിടക്കുന്ന ആൾ. അങ്ങനെ ചാൾസ് അവിടുന്ന് രക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും എല്ലാവരെയും കൊണ്ട് അവിടുന്ന് വേറെ രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് തന്നെ പോരുകയാണ്. അങ്ങനെ പോകുന്നതിന് ശേഷം അവർ ലൂസിയെയും മകളെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഡം ഡെഫാർജ് അവരുടെ താമസ സ്ഥലത്ത് നിന്ന് എത്തി. അങ്ങനെ ലൂസിയുടെ വീട്ടുജോലിക്കാരിയായ മിസ് ക്രോസുമായി മാഡം ഡെഫാർജ് ഏറ്റുമുട്ടുകയും ആ വഴക്കിൽ മാഡം ഡെഫാർജ് അബദ്ധത്തിൽ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. പിന്നെ ചാൾസ് ഡാണയെ വേഷം മാറിയ ഗില്ലറ്റിലേക്ക് നടന്ന് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. താൻ സ്നേഹിച്ച ലൂസിയുടെയും അതുപോലെ അവളുടെ കുടുംബത്തിനെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലി നൽകിയ കാർട്ടൺ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്തെന്ന സംതൃപ്തിയോടെയാണ് മരണം കൈവരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു നോവൽ എൻഡ് ആവുന്നത്. It tells the story of love, sacrifice and the resurrection against the background of the French Revolution. അങ്ങനെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നടന്ന ഒരു സ്റ്റോറീൻ്റെ ലവിൻ്റെയും സാക്രിഫൈസിൻ്റെയും ഒക്കെ ഒരു തീമിൽ അവതരിപ്പിച്ച ഈ ഒരു നോവലിൻ്റെ എൻഡിങ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാൻ പറ്റുന്നത് ദ ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഡിക്കൻസ് എന്ന് പറയുന്ന 3ാമത്തെ യൂണിറ്റാണ്. ഈ ഒരു യൂണിറ്റിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. ഇതിൽ ഈ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അഥവാ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത് 1789 to 1799 വരെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത്. എല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് ഇനീക്വാളിറ്റി ബിറ്റ്വീൻ ദ അരിസ്റ്റോക്രസി, ക്ലേർജി, അതുപോലെ തന്നെ കോമൺ പീപ്പിൾസ് ഒക്കെ സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്.
അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഫെമിനിൻ. അതുപോലെ എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയം, ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷന് കാരണം ആയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നതിന് ഉണ്ടായ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഓവർത്രോ ഓഫ് ദ മൊണാർക്കി സിസ്റ്റം തന്നെ അവസാനിപ്പിച്ചു. ദെൻ എക്സിക്യൂഷൻ ഓഫ് ദ കിങ് ലൂയിസിൻ്റെ അതുപോലെ ക്വീൻ മേരി അവരുടെയൊക്കെ ആ ഒരു ഭരണത്തിൻ്റെ ഒക്കെ അവസാനം ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവഞ്ച്വലി നെപ്പോളിയൻസ് റൈസ് ടു പവർ, അതുപോലെ പവറിലേക്ക് വന്ന ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡിക്കൻ ജീവിച്ചിരുന്നത് ഒരു വിക്ടോറിയൻ എറയിലായിരുന്നു നമ്മൾ പറഞ്ഞു. അഥവാ ലോങ് ആഫ്റ്റർ ദ റവല്യൂഷൻ, ഈ റവല്യൂഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ റവല്യൂഷനെ കുറിച്ചിട്ട് ഡീപ്പായിട്ടുള്ള ഹിസ്റ്ററികളൊക്കെ സെർച്ച് ചെയ്ത് ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഓരോ പുസ്തകം എഴുതുന്നത്. ഡിക്കൻ യൂസ്ഡ് ദ റവല്യൂഷൻ ആസ് എ ബാക്ക്ഡ്രോപ്പ് ടു എക്സ്പ്ലോർ സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് റിവെഞ്ച് ആൻഡ് സാക്രിഫൈസ്. Dickon presented both sides, the cruelty of the French aristocrats and the anger of the oppressed peasants. ഇവർ രണ്ടുപേരുടെയും സൈഡ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡിക്കൻ വളരെ സിമ്പതൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളിതിന് മുമ്പ് പറഞ്ഞു, പാവപ്പെട്ട ആളുകളോട് വളരെ സിമ്പതൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകളെ ഒപ്രസ് ചെയ്യുമ്പോഴാണ് ഇതൊരു റെബലിയനായിട്ട് മാറപ്പെടുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. അങ്ങനെയാണെങ്കിൽ കൂടി ഇത് ഒരു ക്രൈസിസ് ഓഫ് വയലൻസ് ഈ ഒരു റെവല്യൂഷൻ എന്താണ്, ഒരു വയലൻസ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലും അദ്ദേഹം എതിർത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ തീംസ് വരുന്നത് ഒപ്രഷൻസിനെ കുറിച്ചിട്ട്, അതുപോലെ ഫ്രീഡത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, വയലൻസിനെ കുറിച്ചിട്ട് പറയുന്നു, ജസ്റ്റിസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, റിസറക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഹോപ്പിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഹി യൂസ്ഡ് ഫ്രഞ്ച് റെവല്യൂഷൻ നോട്ട് ജസ്റ്റ് ഹാസ് ഹിസ്റ്ററി ബട്ട് ആസ് എ മോറൽ ലെസൺ. He warned that injustice and oppression will always lead to rebellion. He stressed that only love and sacrifice compassion can bring true change. പിന്നെ യൂണിറ്റ് 4 നോക്കുകയാണെങ്കിൽ അതർ ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ, അതിൽ കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല, എന്നാലും എന്തൊക്കെയോ പറയുന്നുള്ളതാണ്. ഡിക്കൻ യൂസസ് വിമൻ ക്യാരക്ടേഴ്സിനെ എന്തിനാ യൂസ് ടു ഷോ ബോത്ത് കമ്പാഷൻ ആൻഡ് ക്രൂവൽറ്റി. കമ്പാഷനെ കുറിച്ചിട്ടും ക്രൂവൽറ്റിനെ കുറിച്ചിട്ടും കാണിക്കാൻ വേണ്ടിയിട്ട് വിമൻ ക്യാരക്ടേഴ്സിനെ ഡിക്കൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലൂസിയെ നമുക്കൊരു സിമ്പിൾ ഓഫ് ലവ് ആയിട്ട് നമുക്ക് കണക്കാക്കാം, ഒരു ഫാമിലി ആൻഡ് ഹീലിംഗ് ആയിട്ടൊക്കെ നമുക്ക് ലൂസിയെ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ മാഡം ഡിഫോജിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹാട്രഡ് ആൻഡ് റവല്യൂഷൻസ്, മേഴ്സിലെസ് ആയിട്ടുള്ള റവല്യൂഷൻസിൻ്റെ ഒരു വിപ്ലവകാരി എന്നുള്ള രീതിയിൽ മാഡം ഡിഫാജിയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. സോ സീ ഇൻ അനദർ ചാപ്റ്റർ, അനദർ വീഡിയോ.